ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. രാജലക്ഷ്മി അമ്മ കാർത്തിയോട് പറയുകയാണ്, മോനെ അന്നിവിടെ ഒരു പൂജ നടത്തിയിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? നീയായിട്ട് തന്നെ അത് മുടക്കിയത്. അതൊന്നുകൂടി നടത്തണം. അതിനെന്താ മുത്തശ്ശി, ഞാനും മീനാക്ഷിയും കൂടി ഇനി എന്ത് പൂജയ്ക്കാണെങ്കിലും തയ്യാറാണെന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി. തുടർന്ന് മൈഥിലി പറയുകയാണ്, ഈ പൂജ നടത്താൻ ഞാൻ എന്താണെങ്കിലും സമ്മതിക്കില്ല. ഈ കുടുംബത്തിന്റെ നാശം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും മൈഥിലി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് CI മാലതിയെ കാണുന്നതാണ്. ഞങ്ങളുടെ ഒരു മെസ്സഞ്ചർ പറഞ്ഞിരുന്നു മാലതി എപ്പോഴും കുട്ടികളെ വിട്ടിട്ട് ഇതുവഴിയാണ് വരുന്നതെന്ന്. സാറിന് എന്നെ കാണണമെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേനെയല്ലോ എന്ന് മാലതി പറയുമ്പോൾ CI പറയുകയാണ്, എന്നിട്ട് വേണം നിന്റെ ഭർത്താവ് കാണാനും നിന്നെ എടുത്തിട്ട് കൊട്ടാനും. എന്റെ സാറേ, അതൊക്കെ മാനേജ് ചെയ്യാൻ എനിക്കറിയാമെന്ന് മാലതി പറയുന്നു. അല്ല മാലതി, നിങ്ങളുടെ വീട്ടിലേതാ ഒരു സുന്ദരി? ഞങ്ങളുടെ വീട്ടിലെ സുന്ദരി ഞാൻ തന്നെയാ, അല്ലാതെ വേറെ ആരാണെന്ന് മാലതി പറയുമ്പോ CI പറയുകയാണ്, അല്ല, ആ ജയറാമിനെ കൊല്ലാൻ നോക്കിയപ്പോ നിലവിളിച്ചത് ഒരു സുന്ദരിയാണെന്നാണല്ലോ അയാൾ പറഞ്ഞത്. അത് മൈഥിലിയാ സാറേ. അവള് നിന്റെ ആങ്ങളയുടെ കൂടെ മുങ്ങിയതല്ലായിരുന്നോ? എന്നിട്ടിപ്പോ എങ്ങനെ വന്നെന്ന് CI ചോദിക്കുമ്പോ അവള് ആദ്യം കാർത്തിയെ തേച്ചു, അത് കഴിഞ്ഞപ്പോ എന്റെ അനിയനെയും തേച്ചു, അങ്ങനെ ഇപ്പോ ഇവിടം വരെ എത്തി. തുടർന്ന് മൈഥിലി വിഷം കുടിച്ച കാര്യവും കാർത്തി വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യവും എല്ലാം തന്നെ മാലതി CIയോട് പറയുന്നു. എന്നാലേ മാലതി, ആ മൈഥിലിയെയും ഇനി മുതൽ ഒപ്പം കൂട്ടിക്കോ, അവളും നമുക്ക് ഉപകാരപ്പെടുമെന്ന് CI പറയുമ്പോ എന്റെ അനിയനെ ചതിച്ചവളെ ഞാൻ ഒരിക്കലും കൂടെ കൂട്ടില്ലെന്ന് മാലതി പറയുന്നു. ഇത് കേൾക്കുന്ന CI തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകെട്ടുകൾ എടുത്ത് മാലതിയെ കാണിക്കുമ്പോൾ മാലതി പറയുകയാണ്, സാർ എന്താ ഇങ്ങനെ പ്ലാവില ആടിനെ കാണിക്കുന്നത് പോലെ എന്നെ കാണിക്കുന്നത്? കാശിനു വേണ്ടി മൂർഖം ടോമിന്റെ കൂടെ കൂടാൻ പറഞ്ഞാലും ഞാൻ കൂടെ കൂട്ടുമെന്നും മാലതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് താരകയും വൈശാഖിന്റെ അച്ഛനും കൂടി ബൈക്കിൽ പോകുന്നതാണ്. ചെമ്പകമംഗലത്തിന്റെ അടുത്തെത്തുമ്പോൾ താരക വണ്ടി നിർത്താൻ പറയുന്നു. എന്താ താരകെ, നീ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത്? നിനക്കല്ലേ കടപ്പുറം കാണണമെന്ന് പറഞ്ഞത്? എന്റെ മനുഷ്യ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് ശരി തന്നെയാ, പക്ഷേ അതിന്റെ പിന്നില് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ദാ കണ്ടില്ലേ, ചെമ്പകമംഗലത്ത് നമ്മുടെ ശത്രുക്കളെ കാണാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്കറിയാലോ നമ്മുടെ മകന്റെ കാര്യം, അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അതിനൊക്കെ ഒരു ശമനം വേണമെങ്കിലേ അവന്റെ ഭാര്യ, അതായത് ആ മൈഥിലി നമ്മുടെ വീട്ടിലേക്ക് വരണം. നമുക്ക് ചെന്ന് അവളെ ഒന്ന് വിളിച്ചു അതിന് നമ്മൾ വിളിച്ചാൽ അവള് വരുമോ എന്ന് പണിക്കര് ചോദിക്കും. അവളെ വിളിച്ചിട്ട് വന്നില്ലെങ്കിലേ നമുക്ക് പൊട്ടിക്കാനായി ഒരു പടക്കവും കൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളെ നമ്മുടെ മകനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരും. ഏത് മകളെന്ന് പണിക്കര് ചോദിക്കുമ്പോ വൈഗമോള്. എടി, അതൊരു പ്രാവശ്യം നമ്മൾ ചെന്ന് പറഞ്ഞ് ചീറ്റിപ്പോയ കാര്യമല്ലേ എന്ന് പണിക്കര് ചോദിക്കുമ്പോ അതൊക്കെ നമുക്ക് നടത്തിയെടുക്കാമെന്നും നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് താരക പണിക്കരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. താരകയും പണിക്കരും കൂടി വരുന്നത് കാണുമ്പോ നന്ദിനി സാവിത്രിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇവര് രണ്ടുപേരും ബോബനെയും മോളിയെയും പോലെ എപ്പോഴും എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? എത്ര കിട്ടിയാലും പറ്റില്ലെന്നാ തോന്നുന്നതെന്ന് സാവിത്രി പറയുന്നു. അങ്ങനെ സാവിത്രിയും നന്ദിനിയും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ വന്നത് നന്നായി, ഞങ്ങളിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ മരുമകളെ കൂടെ വിളിക്കട്ടെ എന്ന് സാവിത്രി പറയുമ്പോ താരക ചോദിക്കുകയാണ്, ആരെ? മൈഥിലിയെയോ? ഓ, അവളല്ല, അവള് റിട്ടയർഡ് ആയതല്ലേ. എൻ്റെ ഇപ്പോഴത്തെ മരുമകളെ മീനാക്ഷിയാ. അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ വിളിക്കുകയാണ് സാവിത്രി. തുടർന്ന് മീനാക്ഷി പുറത്തേക്ക് വരുന്നു. ദേ, പണിക്കർമാര് വന്നിട്ടുണ്ട്, കലാപരിപാടികൾ തുടങ്ങണ്ടേ എന്ന് സാവിത്രി ചോദിക്കുമ്പോ സാവിത്രി എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് താരക ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ്, നിങ്ങൾ ഇവിടെ എത്തുന്നത് ഞങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനൊന്നുമല്ലല്ലോ, ഓരോ വട്ടവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ. മാലതിയുടെ അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? മാലതിയെ കാണാനാണോ എന്ന് നന്ദിനി ചോദിക്കുന്നു. മകളെയും കാണണം, മരുമകളെയും കാണണം. മരുമകള് അവിടുന്ന് പിരിഞ്ഞു വന്നതല്ലേ എന്ന് സാവിത്രി ചോദിക്കുമ്പോ ഞങ്ങള് മരുമകളുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിനാ വന്നതെന്ന് താരക പറയുന്നു. തുടർന്ന് മാലതി അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ എന്തിനാ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? ജഗദീഷേട്ടൻ ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ തികഞ്ഞെന്നെ എന്ന് മാലതി പറയുന്നു. ഞങ്ങള് മൈഥിലിയെ കൂടി കാണാനാ വന്നത്, പറ്റുമെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുമെന്ന് താരക പറയുമ്പോ വൈശാഖിന് കിട്ടിയതൊന്നും എന്താ പോരെ എന്ന് മാലതി ചോദിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യത്തിനും കൂടിയാ ഞങ്ങൾ വന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടിയെ ഒന്ന് കാണണം. വൈഗമോളെ, ഞങ്ങളുടെ വൈശാഖിന്റെ കുഞ്ഞല്ലേ, 28 കെട്ടിനോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ദേ വളയുമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതേസമയം രാജലക്ഷ്മി അമ്മ പുറത്തേക്ക് വരികയാണ്. മാലതി, നീ എന്റെ സ്വന്തം മരുമകളാ, നിന്റെ മുമ്പിൽ വെച്ച് ഇവരെന്തെങ്കിലും പറയുന്നത് നാണക്കേടാ, അതുകൊണ്ട് നീ അകത്തേക്ക് പോ.
അമ്മേ അമ്മയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നന്ദിനി അവിടെയുള്ള ചെടിച്ചട്ടിയിൽ നിന്നും ഒരു വടി എടുക്കുകയാണ്. മേലാൽ ഇതുപോലുള്ള എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ രണ്ടിനെയും കൊന്ന് ഞാൻ ജയിലിൽ പോകുമെന്ന് നന്ദിനി പറയുമ്പോൾ പേടിയോടെ പണിക്കരും താരകയും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് പണിക്കർ പറയുകയാണ്, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ ഇതിന്റെ ഒന്നും ഒരാവശ്യവുമില്ലെന്ന്. ആ ജഗദീഷ് അവിടെ ഇല്ലാതിരുന്നത് നന്നായെന്ന് പണിക്കർ പറയുമ്പോൾ താരക പറയുകയാണ്, അവനുണ്ടായിരുന്നെങ്കിൽ നമ്മളെ എന്ത് ചെയ്തേനെ. അത്രയും പറഞ്ഞവർ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് അവരുടെ മുന്നിൽ നിൽക്കുന്ന ജഗദീഷിനെയാണ്. ജഗദീഷിനെ കണ്ട് പേടിയോടെ നിൽക്കുന്ന താരകയും പണിക്കരെയുമാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.